ഓ, നീയാണോ? എന്താടി മര്യാദക്ക് ബെല്ലടിക്കാൻ അറിഞ്ഞൂടെ? എനിക്ക് നന്ദേട്ടനെ ഒന്ന് കാണണം. നന്ദേട്ടനെ കാണണമെന്നോ? നന്ദനെ കാണാൻ നീ ആരാ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കോ. അമ്മേ, നീ മിണ്ടരുത്, ഞാൻ സംസാരിച്ചോളാം. പുറത്തിറങ്ങിക്കോ. പാവ എന്റെ ദേവിയേച്ചിയെ വിരട്ടി വിറപ്പിക്കുന്ന പോലെ എന്നോട് നടക്കില്ല. നന്ദേട്ടനെ കണ്ടിട്ടേ ഞാൻ പോവൂ. കാണാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ? ഇല്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കും, സത്യാഗ്രഹം ഇരിക്കും. ഏയ് ശാരി, മോളകത്ത് വാ. നന്ദ ക്ഷീണിച്ച് വിശ്രമിക്കോ. ഇവളോടൊക്കെ എന്തിനാ നീ വിശദീകരണം കൊടുക്കുന്നേ? കോമ്പൗണ്ടിന് പുറത്തിറങ്ങ്, അല്ലെങ്കിൽ നീ സത്യാഗ്രഹം ഇരിക്കെ. ഒരു കൊടിയും കൂടെ പിടിച്ചോ. സത്യാഗ്രഹം ഇരിക്കുന്നതേ കാണിച്ചു തരാം. എണീക്കടേ എവിടുന്ന്, എണീക്കാൻ. അമ്മേ, മോളെ എണീക്ക്. എന്നോട് അളകം വന്നാലേ ഞാൻ വിട്ടു തരുമെന്ന് കരുതണ്ട. അട്ടഹാസം അലർച്ചയൊക്കെ കൈ വെച്ചിരുന്നാ മതി. എന്താടി പറഞ്ഞേ? അമ്മേ, ഒന്ന് നിർത്തുന്നുണ്ടോ? എന്താ ശാരികേ, എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? എന്റെ ചേച്ചിയും അച്ഛനും ഒക്കെ എന്ത് പറ്റി? അവരെവിടെ? പറഞ്ഞേ പറ്റൂ. ഒക്കെ അറിഞ്ഞിട്ട് ഞാൻ പോവും. കൊള്ളാം, നല്ല ബുദ്ധി. 2 കൊലപാതകികളെ എവിടെയോ ഒളിപ്പിച്ചു. അങ്ങോട്ടൊരു അന്വേഷണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവരെവിടെയാണെന്നും ചോദിച്ച് ഇങ്ങോട്ട് വന്ന് അഭിനയിക്കുന്നു. നോക്ക്, നിന്റെ ചേച്ചിയും തന്തയും എത്രയും പെട്ടെന്ന് പോലീസിന്റെ മുമ്പിൽ ഹാജരാക്കിക്കോ. ഇല്ലെങ്കിൽ പിന്നെ അവരെ രണ്ടിനെ നിനക്ക് ജന്മത്ത് കാണാൻ പറ്റില്ല. അമ്മേ നിർത്ത്. ഞാനെന്തിനാടാ നിർത്തുന്നേ? എന്റെ മീരമോളുടെ ജീവൻ എടുത്തവരെ എന്റെ കയ്യിൽ കിട്ടട്ടെ. ഇങ്ങനെ പറഞ്ഞു പേടിപ്പിച്ചാലൊന്നും ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകാൻ പോണില്ല. എന്റെ ചേച്ചി അച്ഛനും എവിടെയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകൂ. ശരി, ദേവി എവിടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നന്ദേട്ടാ, എന്റെ ചേച്ചിയെ താലി കെട്ടിയ മനുഷ്യനാ നിങ്ങള്. ചേച്ചിയെ സംരക്ഷിക്കേണ്ട ആള്. എന്നിട്ട് ഇവരെന്റെ ചേച്ചിയോട് കാണിച്ച ക്രൂരതകള് നിങ്ങൾ കണ്ട് കണ്ണടച്ചു. ഒരു ഭർത്താവ് എങ്ങനെയാകാൻ പാടില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാ നന്ദേട്ടൻ. ഭാര്യ വീട്ടുകാരുടെ വായിലിരിക്കുന്നത് കേട്ടുപിടിച്ചപ്പോ തൃപ്തി ആയില്ലടാ. നാണമില്ലാതെ നിൽക്കുന്നു. സംസ്കാരമില്ലാത്ത കുടുംബത്തിൽ ചെന്ന് കേറരുതെന്ന് ഞാൻ പറഞ്ഞതാ. ഭാര്യ വീട്ടുകാരെന്ന് വെച്ചാ ദൈവത്തിന്റെ സ്ഥാനമായിരുന്നില്ലേ? മാധവൻ അങ്കിൾ, രാധിക ആന്റി, അനിയത്തി ശാരിക കുട്ടി, കേട്ടു പിടിച്ചോ. എന്നെ ആക്ഷേപിച്ചൊന്നും പറഞ്ഞ് ഞാൻ തിരിച്ചു പോവാൻ പോകുന്നില്ല. എന്റെ ചേച്ചി അച്ഛനെ കൊന്നു കുഴിച്ചു മൂടിയോ? അതൊന്ന് പറ. കൊന്നു കുഴിച്ചു മൂടും, അതുറപ്പാ. ഒളിത്താവളത്തിന്ന് അവളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒന്ന് കുഴിച്ചു മൂടുക തന്നെ ചെയ്യും. ഇവളുടെ അമ്മയും ഫംഗ്ഷൻ വന്നോ? ഇല്ലല്ലോ. കാരണം എന്താ? ഇവർക്കറിയാമായിരുന്നു ഇവിടെ എന്താ നടക്കുന്നതെന്ന്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.